ഹലോ വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നേന്ത്രപ്പഴം കൊണ്ട് ആവിയിൽ വേവിച്ചൊരു പലഹാരമാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു ശർക്കരപ്പാനിയാണ് കേട്ടോ വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഒന്ന് പൊടിച്ചെടുത്തതാണ് കറക്റ്റായിട്ടുള്ളൊരു അളവിന് വേണ്ടിയിട്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കരപ്പാനി റെഡിയാക്കിയിട്ട് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതിലേക്കുള്ള നേന്ത്രപ്പഴം ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള നെയ്യ് എടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പ് ഒന്ന് മൂപ്പിച്ച് മാറ്റി വെക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. നെയ്യിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം. നെയ്യാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് മൂപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പിൻ്റെ അടുത്ത് നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കിയത് എടുത്തിട്ടുണ്ട്. 3/4 കപ്പിനേക്കാളും ഉണ്ട്, എന്നാൽ 1 കപ്പിനേക്കാളും കുറച്ച് കുറവാണ് കേട്ടോ. പല സൈസിലുണ്ടാവില്ലേ നേന്ത്രപ്പഴം, അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു അളവ് പറയാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നെയ്യിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. നന്നായിട്ടായിട്ട് കുറേ ടൈം എടുത്തിട്ടൊന്നും വേണ്ട കേട്ടോ. ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങാ ചിരവീതം കൂടെ ചേർത്തിളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു ബാറ്റർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനിയില്ലേ, അത് അരിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 3/4 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. 2 ഏലക്ക കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ വാട്ടി വെച്ചിട്ടുള്ള പഴത്തിൽ നിന്നും 4 ടേബിൾ സ്പൂൺ പഴം കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ മാവ് നല്ല തിക്കാണല്ലോ, അപ്പോൾ ഒന്നും കൂടെ ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് മിക്സിയുടെ ജാറിലേക്ക് തന്നെ ചേർത്തിട്ടൊന്ന് കറക്കിയെടുത്ത് തിരിച്ചൊഴിച്ചതാണ്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പഴം വാട്ടി വെച്ചതില്ലേ, അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നെയ്യ് തടവിയ ഒരു പ്ലേറ്റ് ഇതുപോലെ ഇറക്കി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ കൂട്ടൊഴിച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുമ്പോഴേക്കും ഇത് നല്ലപോലെ വെന്ത് കിട്ടും. വെന്ത് കഴിഞ്ഞാൽ തണുത്തതിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്